ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാം സുഖമായി സേഫായിരിക്കുന്നില്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് 6 മാങ്ങയാണ്, പച്ചമാങ്ങ. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഓൾറെഡി കഴുകിയെടുക്കാം നമുക്ക്. ഞാൻ ഓൾറെഡി മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി ഇതുവരെ ടിഷ്യൂവിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ കട്ടിംഗ് ടേബിളും കത്തി ഞാൻ നല്ലവണ്ണം കഴുകിയതിന് ശേഷം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിത് മാങ്ങ എങ്ങനെ മുറിച്ചെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മാങ്ങ മുറിച്ച് വെക്കുന്നത്. ഇതിൻ്റെ വലിപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മുറിക്കുക. വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് മുറിച്ചെടുക്കാം, ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട്, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന പാത്രമായാലും ശരി, മാങ്ങയായാലും ശരി, കട്ടിംഗ് ടേബിളായി, ഇതിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഇല്ലയെന്ന് എന്തായാലും നിങ്ങൾ ഉറപ്പ് വരുത്തണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ എന്തായാലും അച്ചാർ കേടാവും. അതുകൊണ്ട് ഇൻ കേസ് അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ അച്ചാർ എടുക്കുമ്പോഴും സ്പൂണ് നല്ലോണം കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. വെള്ളത്തോടെ എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 2-3 ഡേയ്സ് അത് കേടാവും, എന്തായാലും പൂപ്പ് വരും എന്തായാലും. അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഈ തരത്തിൽ നിങ്ങൾ അച്ചാർ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ നിങ്ങൾ അച്ചാർ കേടാവാൻ സാധ്യതയില്ല. ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്. വെള്ളം വിനെഗറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കേടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രീതിയിൽ ഞാൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, നോർമലി അച്ഛൻ നല്ലോണം അച്ചാർ ഉണ്ടാക്കാറുണ്ട്. ഇതേ രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കാറ്. അപ്പം കുറേ കാലം യൂസ് ചെയ്യാറുണ്ട് നമ്മൾ. അതാണ് ഞാൻ ആ സ്റ്റൈൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അച്ഛൻ നോർമലി നല്ലെണ്ണയിൽ വറുത്തിട്ടാണ് ചെയ്യാറ് പൊതുവെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇതെല്ലാം മാങ്ങ മുറിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഉപ്പിട്ട് നല്ലവണ്ണം പുരട്ടി വെക്കാം. ഇതിലേക്ക് ഞാൻ 2.5 സ്പൂൺ ഉപ്പാണ് യൂസ് ചെയ്തത്. ഉപ്പിട്ടതിന് ശേഷം നല്ലവണ്ണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഒരു 3-4 മണിക്കൂർ മാറ്റി വെക്കണം. എന്നിട്ടേ അച്ചാർ തയ്യാറാക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം പുരട്ടി വെച്ച് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അച്ചാർ തയ്യാറാക്കാം. അതാണ് കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു. അങ്ങനെ തയ്യാറാക്കാം കേട്ടോ. ആദ്യം നമുക്ക് കടുകും ഉലുവയും കൂടി വറുത്തെടുക്കാം. അതിനൊരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് കടുകും 1 സ്പൂണ് ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് അച്ചാറിൻ്റെ പ്രത്യേക ഒരു ഫ്ലേവർ തരുന്നൊരു ഘടകം. അതിനുശേഷം ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 20 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. എനിക്ക് നോർമലി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, അധികം ചുവപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം നേരത്തെ പൊടിച്ച് വെച്ച ഉലുവയും കടുകും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3/4 സ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് മുളക് പൊടികളാണ്. ഞാനിപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും. സാധാരണ മുളക് പൊടി ഇവിടെ 2 സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. 1.5-2 സ്പൂൺ. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക, കാശ്മീരി മുളക് പൊടി കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നോർമൽ മുളക് പൊടി 2 സ്പൂണും കാശ്മീരി മുളക് പൊടി 1 സ്പൂണുമാണ് ആഡ് ചെയ്തത്. ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് മതി, 2-3 മിനിറ്റ് മതി.
ഈ എരിവിൻ്റെ കണക്കൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. കാശ്മീരി മുളക് കുറച്ചിട്ട് നോർമൽ മുളക് പൊടി കുറച്ച് കൂട്ടി കൊടുക്കാം, അപ്പോൾ എരി കുറച്ച് കൂടുതലായിട്ട് കിട്ടും. എരി വേണ്ടാത്തവർക്കാണെങ്കിൽ കാശ്മീരി മുളക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ, മറ്റത് കുറച്ചാലും മതി. ഇവിടെ നിന്ന് എല്ലാവർക്കും എരി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂണ് നോർമൽ മുളക് പൊടി 1 സ്പൂണ് കാശ്മീരി എടുത്തത്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് വെച്ച മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 4 മണിക്കൂറാണ് മാങ്ങ ഉപ്പിട്ട് വെച്ചത്, അതുകൊണ്ട് തന്നെ ഒരു വെള്ളപ്പറ്റൊക്കെ ഉണ്ട് മാങ്ങയിൽ. ഇതിലേക്ക് ഞാൻ അഡീഷണലായിട്ട് വാട്ടറോ എന്താ പറയുക സുർക്കയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ അച്ചാറിന് കേടോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ആഡ് ചെയ്യാത്തത് വിനാഗിരിയോ വാട്ടറൊന്നും. നോർമലി ഇത് 1-2 ദിവസം കഴിഞ്ഞാൽ നോർമലി ഇതിൻ്റെ വാട്ടറും ഗ്രേവി ആയിട്ട് വരും. ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ട അവസാന ഘടകം എന്ന് പറയുന്നത് കായപ്പൊടിയാണ്. അതൊരു 1/2 സ്പൂണാണ് ഞാനിവിടെ കായപ്പൊടി ആഡ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 സ്പൂണ് കായപ്പൊടി മതി. കായപ്പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം ആയിക്കഴിഞ്ഞാൽ അച്ചാറിന് കായപ്പ് രുചിയായിരിക്കും. അതുകൊണ്ട് കായപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. ആദ്യം ഞാൻ ഇവിടെ ഇട്ട പോലെ 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതുണ്ടെങ്കിൽ കായപ്പ് രുചി വന്നാൽ എൻ്റയർലി ടേസ്റ്റിന് മാറിപ്പോവും അച്ചാറിൻ്റെ. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പോ എരിവോ വല്ലതും കുറവുണ്ടെന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവും ഉപ്പും എല്ലാം പെർഫെക്റ്റ് ആണ്. അടിപൊളി അച്ചാർ റെഡി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി വെക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.